പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ക്വാഡ് രാജ്യങ്ങൾ. വാഷിംഗ്ടണിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ അപലപിച്ചത്. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെയും കൃത്യത്തിന് ധനസഹായം നൽകിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ക്വാഡ് യോഗം ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് പുറമെ US, ജപ്പാൻ, ഓസ്ട്രേലിയ രാജ്യങ്ങളാണ് ക്വാഡിലുള്ളത്. അടുത്ത ക്വാഡ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാമെന്ന് ഇന്ത്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ മെയ് 9 രാത്രി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോൺ ചെയ്തിരുന്നു. ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചപ്പോൾ താൻ പ്രധാനമന്ത്രിക്കൊപ്പം ആ മുറിയിലുണ്ടായിരുന്നു. USുമായുള്ള വ്യാപാരവും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലായി. പക്ഷേ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുമെന്നാണ് മോദി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത്. ഭീകരതയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് ക്വാഡ് യോഗത്തിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. നമ്മുടെ സമീപകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭീകരവാദത്തെക്കുറിച്ച് ഒരു വാക്ക്. ലോകം ഒരിക്കലും ഇവരോട് സഹിഷ്ണുത കാണിക്കരുത്. ഇരകളെയും കുറ്റവാളികളെയും ഒരിക്കലും തുല്യരായി കാണുകയും ചെയ്യരുത്. ഭീകരതയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് എല്ലാ അവകാശവുമുണ്ട്. ഞങ്ങൾ ആ അവകാശം വിനിയോഗിക്കുമെന്നാണ് ജയശങ്കർ പറഞ്ഞത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ജപ്പാൻ വിദേശകാര്യമന്ത്രി, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ രാജ്യാന്തര വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് S ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സുരക്ഷ, സാങ്കേതിക വിദ്യകൾ, കണക്ടിവിറ്റി, ഊർജ്ജം, മൊബിലിറ്റി എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ US ഉഭയകക്ഷി പങ്കാളിത്തത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയെന്നാണ് സൂചന.